ഹലോ ഗൈസ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. നല്ല ക്ഷീണമുണ്ട് ഗൈസ്. നമ്മളെല്ലാ എക്സസൈസും അടിച്ച് നമ്മളെ ജിമ്മിൽ നിന്ന് ശക്തി കയറ്റിയായിരുന്നു. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ്. നമ്മൾ വീഡിയോ ഇടാനൊക്കെ അത്യാവശ്യം ഡിലേ ഉണ്ടായിരുന്നു. അത് നമ്മളെ ഫോണിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. ഇപ്പോൾ നമ്മൾ വേറൊരു ഫോണിലാണ് കളിക്കുന്നത്. നിങ്ങളെങ്ങനെ നമുക്ക് കാത്തിരിപ്പിക്കാൻ പറ്റുമോ ഗൈസ്? അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വേറെ ഫോണൊക്കെ എടുത്ത് കളിക്കുകയാണ് ഗൈസ്. അപ്പോഴേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ല ഗൈസ്, എന്നെ ആരും കമൻറ്റ് ബോക്സിൽ കയറി തെറി വിളിക്കരുത്. ഒരു പുതിയതായിട്ടൊരു കാർ എടുത്തിട്ടുണ്ട് കേട്ടോ. കാർ ഏതാണെന്നൊക്കെ സസ്പെൻസാണ്. നമ്മളതിന് മുമ്പ് കാറിൻ്റെ കളറിന് മാച്ചായൊരു ഡ്രസ്സ് എടുത്തിട്ടെ, കാറിന് പറ്റിയ മാച്ചായൊരു ഡ്രസ്സൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. ടണൈ കാർ ഏതാണ് നിങ്ങൾ എത്തിരിയെങ്കിലും കണ്ടാടും, പക്ഷേ ആർക്കും മനസ്സിലായി കാണില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാറിന് മിന്നായും കണക്ക് നിങ്ങൾ കാർ കണ്ടിട്ടുണ്ടാവും. ഇതാ ഗൈസ് നമ്മളെ കാർ, ഒരു ജി ക്ലാസ് ആണിത്. നമ്മൾ പുതിയതായിട്ട് വന്നതാണ് അപ്ഡേറ്റിലൊക്കെ. അപ്പോൾ അത് തന്നെ നമ്മൾ ഷോറൂമിൽ വന്ന് അപ്പം തന്നെ സാധനം പോയി പൊക്കി. സാധനം കേട്ടോ, നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ സീനായിട്ടുണ്ട്, നമുക്ക് കൊള്ളാം. ഇൻറ്റീരിയർ വ്യൂവിൽ ഓടിക്കാൻ നല്ല രസമുണ്ട്. ഇതിന് അത്യാവശ്യം നല്ല പൈസ ഇട്ടുണ്ട് കേട്ടോ, 2 കോടി രൂപയായിട്ടുണ്ട്. നമ്മളിത് ഈ ഗെയിമിൽ ഭയങ്കര വിലയാണ് ഗൈസ് എല്ലാത്തിനും. നല്ലൊരു വണ്ടി തന്നെ കിട്ടിയിട്ടുണ്ട് എന്തായാലും നമുക്ക്. നല്ല വണ്ടി എന്ന് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ വണ്ടി പുതിയ വണ്ടിയാണ് കൊണ്ടുവച്ചിടിച്ചത് നിർത്തിയോട്ടെ. ഇത് നമുക്ക് വർക്ക്ഷോപ്പിൽ കൊടുത്ത് റെഡിയാക്കാം. അതൊക്കെ അത്രയേ ഉള്ളൂ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടാ. പുതിയ വണ്ടി ഗുണ്ടായനെ കണക്ക് മാഫിയ പെയിൻ്റൊക്കെ അടിച്ച് കൊണ്ടുവന്ന്. ഇനിയിപ്പോൾ നേരെ നമുക്കിത് ഈ പട്ടിക്കാട്ടിലെ കൂടെയൊക്കെ അടുത്ത് വർക്ക്ഷോപ്പിലേക്ക് വിടാം. ആ പോസ്റ്റിൻ്റെ പൈസയും കൂടെ ഞാൻ കൊടുത്തോളാം. നമ്മൾ ഈ വണ്ടിയും ശരിയായി കിട്ടട്ടെ, വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇത് നമ്മളെ പ്രഭാകരൻ്റെ വർക്ക്ഷോപ്പാണ് കേട്ടോ. നമ്മൾ പ്രഭാകരൻ ഇതിങ്ങ് വാങ്ങിച്ച കേട്ടാ. നോ സ്മോക്കിംഗ് എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. കറക്റ്റ് മോൻ്റെ പ്രഭാകര. അപ്പം ഞാനൊരു കാര്യം പറയട്ടാടാ പ്രഭാകര. എടാ, നമ്മുടെ വണ്ടി നല്ലൊരു ബ്ലാക്ക് പെയിൻറ്റിലോട്ട് തന്നെ ഇട്ടിരുന്നാൽ മതി കേട്ടോ. ബ്ലാക്ക് പെയിൻറ്റ് മാറ്റണ്ട. വണ്ടി നല്ല സീനായിട്ട് ഒരു സ്ക്രാച്ച് പോലും ഇല്ലാതെ ശരിയാക്കി തരണം. അതൊക്കെ എനിക്കറിയാം, നീ കൂടുതലും ഞാൻ പഠിപ്പിക്കണ്ട. ഓക്കെ, ശിവദിനം. അപ്പം ഗൈസ്, നമ്മുടെ പ്രഭാകരൻ വണ്ടിയൊക്കെ ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പം നേരെ പോണേന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ബീച്ചിലൊക്കെ പോയി ഒന്ന് കറങ്ങാം ജസ്റ്റ്. ഒന്ന് പോയി നോക്കാമല്ലോ ബീച്ചൊക്കെ. ജൂപ്പിറ്റർ മഴനനയൻ ചന്ദ്രനെ നോക്കിയിരിക്കാം. നമ്മൾ വിചാരിച്ചു എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തൊട്ട് മുമ്പ് ഈ ബീച്ചൊക്കെ ഉണ്ടെന്ന്. ബീച്ചുണ്ട്, ആ ബീച്ചിൽ പൊക്കൂടിയെന്ന്. നമ്മളതുമല്ല വേറൊരു ആവശ്യത്തിനായിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിവിടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജസ്റ്റ് ഒന്ന് കയറാനുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഒരു കാര്യം പറയാണ്ട്. ശരി, ഓക്കെ അല്ലേ? നമ്മൾ എന്താണ് പറഞ്ഞതെന്നൊക്കെ നമ്മൾ പിന്നെ പറഞ്ഞുതരാം. നമ്മൾ എന്തിനാണ് കൺസ്ട്രക്ഷൻ സൈറ്റിൽ വന്നതെന്നൊക്കെ. ഈ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വന്നതിൻ്റെ കാരണം ഉണ്ടാക്കാം, നമ്മൾ പിന്നെ പറയാം. നമ്മൾ അത് സീക്രട്ടാക്കി വെച്ചേക്കുന്നതൊന്നും അല്ല. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ബീച്ചിൽ പോയിട്ട് ഒക്കെ വന്നിട്ട് നമുക്ക് പറയാം ഗൈസ്. എച്ചിപ്പെട്ട് വന്നിട്ട് പറയേണ്ട ആവശ്യം വരില്ല, അത് വേറെ. സോറി. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ ഇനി പോവാം. ഗൈസ്, നമ്മൾ അവിടെ പോയതിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു തരാം. അവിടെ പോയത് എവിടെ ഒരു കൂട്ടുകാരനുണ്ട്, അവൻ്റെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് പോയതാണ്. അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ ജോലി സ്ഥലം കൺസ്ട്രക്ഷൻ സൈറ്റാണ്. ഇത്രക്കും കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് കാണാൻ പോയത്, ഓർമ്മ പുതുക്കാൻ. മാസാണ് ഇവിടെ കൊണ്ടുവന്ന് വളച്ചെടുക്കുക.
ഓഫ്, വണ്ടി വെള്ളത്തിൽ ഇറങ്ങി നശിക്കും. അയ്യോ, നമ്മളിപ്പം ഇങ്ങോട്ട് ഇറക്കിയിട്ടുണ്ട്. അതുപോലെ അവനെ കണ്ട് ഓർമ്മ വെറുതെ പുതുക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഇപ്പം ഒരു സാധനം വരും ഇങ്ങോട്ട്, അത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓർമ്മ പുതുക്കിയത്. അവൻ ചിലപ്പോൾ ഈ ജീവവാഗൻ അങ്ങ് എടുത്തിട്ട് പോവും. എന്നിട്ട് ഞാൻ വല്ല ടാക്സിയെ പിടിച്ച് പോകേണ്ട അവസ്ഥയാക്കും. അത് വേറൊരു കാര്യം. അവൻ അത് കൊണ്ടുവന്നിട്ട് ജീവവാഗൻ എടുക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പം ഗൈസ്, നമ്മൾ ആ കൂട്ടുകാരനെ പോയി കണ്ടത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ പോയി കണ്ട കാരണം നമുക്ക് ഈ ഒരു ബോട്ട് കിട്ടാനാണ്. അല്ലാതെ ഞാൻ പോയി അവനെ കണ്ട് ഓർമ്മയൊന്നും പുതുക്കാറില്ല. നമുക്കിനി ഒരു യാത്ര പോവാം. അല്ലാഹു റബ്ബി, വണ്ടി 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 തിരിഞ്ഞു പോയി. വണ്ടി എനിക്ക് നീന്താൻ വയ്യ. പോട്ടെ. ബോട്ട് തല കുത്തിപ്പോയി. എൻ്റെ മോനെ ജാട പച്ചേ ജാട. എന്തൊരു പറയാ.